So let's study Gymnosperms. Under plant kingdom, the two major groups, Cryptogame and Phanerogame. Phanerogame, that means plants with the seeds. Under that, Gymnosperm and Angiosperm is there. So now we can study Gymnosperms. They are the smallest group in plant kingdom. Okay. Now let's read. Gymnosperms. The gymnosperms, gymnos, nate. Sperma means seed. So, gymnosperm എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നേക്കഡ് സീഡ്. നേക്കഡ് ആയിട്ടുള്ള സീഡുള്ള പ്ലാന്റ്സ് ആണ്. ഓക്കെ. The gymnosperms are plants in which the ovules are not enclosed by any ovary wall and remain exposed both before and after fertilization. നമ്മൾ സാധാരണ ഒരു സീഡിൽ എങ്ങനെയായിരിക്കും? ഒവ്യൂൾ എന്ന് പറയുന്നത് ഓവറിക്ക് അകത്തായിരിക്കും അല്ലേ? ഓവറി സാധാരണ ഒരു സീഡിൽ ഓവറിക്ക് അകത്തായിരിക്കും ഓവ്യൂൾസ് കാണപ്പെടുന്നത്. എന്നാൽ ഈ ജിംനോസ്പെർമിൽ ഓവ്യൂൾസ് ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി. ഫെർട്ടിലൈസേഷന് മുമ്പും ശേഷവും ഇങ്ങനെ തന്നെയായിരിക്കും, ഓവറി വോൾ കാണത്തില്ല. അതുകൊണ്ടാണ് ഇവരെ നേക്കഡ് സീഡ്സ് എന്ന് വിളിക്കുന്നത്. ദ സീഡ്സ് ദാറ്റ് ഡെവലപ്പ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആർ നോട്ട് കവേർഡ്, ദാറ്റ് ഈസ് നേറ്റ്. സോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സീഡുകൾ എന്തായിരിക്കത്തില്ല? കവർ ചെയ്തിട്ട് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ നേക്ഡ് ആണെന്ന് പറയുന്നത്. ജിംനോസ്പെർംസ് ഇൻക്ലൂഡ് മീഡിയം സൈസ്ഡ് ട്രീസ് ഓർ ടോൾ ട്രീസ് ആൻഡ് ഷ്രബ്സ്. മീഡിയം സൈസ്ഡ് ട്രീസ് ഉണ്ട്, ടോൾ ട്രീസും ഷ്രബുകളും. സോ ഹിയർ ഈസ് ദ ഫിഗർ ഓഫ് ജിംനോസ്പെർം. സോ ഫസ്റ്റ് വൺ ഈസ് സൈക്കസ്, സെക്കൻഡ് ഈസ് പൈനസ്, third is ginkgo. Let's continue reading. One of the gymnosperm, the giant redwood tree, that is sequoia, is one of the tallest tree species. ട്രീ സ്പീഷീസിൽ തന്നെ ഏറ്റവും ഹൈറ്റിൽ വളരുന്നതാണ് സെക്വേ. അത് ഒരു ജിംനോസ്പെർം ആണ്. ഓക്കെ. ദ റൂട്ട്സ് ആർ ജനറലി ടാപ്പ് റൂട്ടഡ് ആയിട്ടായിരിക്കും. ഓക്കെ. Roots in some genera have fungal association in form of mycorrhiza, that is in Pinus. While in some others, like Cycas, small specialized roots called coralloid roots are associated with nitrogen fixing cyanobacteria. അപ്പം റൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് പറഞ്ഞത്. ജനറലി ടാപ്പ് റൂട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. അതല്ലാതെ ചില റൂട്ടിൽ, അതായത് പൈനസ് പോലെയുള്ള, നമ്മൾ ഫിഗറിൽ കണ്ടില്ലേ പൈനസ്, ഈ പൈൻ മരങ്ങളാണ്. പൈൻ മരങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. ദ റൂട്ട് ഓഫ് പൈനസ് വിൽ ഹാവ് എ അസോസിയേഷൻ വിത്ത് ഫംഗസ്. ഈ പൈനസ് എന്ന് പറഞ്ഞ മരത്തിൻ്റെ ഒക്കെ റൂട്ടുകളിൽ ഫംഗസ് കൂടെ കാണും. ഫംഗസും കൂടെ ആയിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഈ ഫംഗസ് അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ എന്ന്. So what is mycorrhiza? Fungal association in the roots of some gymnosperms is called mycorrhiza, and example ആണ് Pinus. Okay, I think you got it. What is mycorrhiza? And in some other plants like Cycas, in Cycas the roots will be coralloid roots. That is, here there is association with the nitrogen fixing cyanobacteria. സോ സയനോബാക്ടീരിയ, നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സയനോബാക്ടീരിയയുമായിട്ടുള്ള അസോസിയേഷൻ ആണെങ്കിൽ അതിനെ കോറലോയിഡ് റൂട്ട് എന്ന് വിളിക്കും. ഫംഗൽ അസോസിയേഷൻ ആണെങ്കിൽ മൈക്കോറൈസ എന്ന് വിളിക്കും. നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയയുമായിട്ടുള്ള അസോസിയേഷൻ ആണെങ്കിൽ കോറലോയിഡ് റൂട്ട്സ് എന്ന് വിളിക്കും. രണ്ടിനും എക്സാമ്പിൾ ഓർക്കുക. മൈക്കോറൈസയ്ക്ക് എക്സാമ്പിൾ പൈനസും കോറലോയിഡ് റൂട്ട് ഉള്ളതിന് എക്സാമ്പിൾ സൈക്കസും. സോ നെക്സ്റ്റ് ദ സ്റ്റെംസ് ആർ അൺബ്രാഞ്ച്ഡ്, that is in Cycas, or branched in Pinus and Cedrus. അപ്പം സ്റ്റെമ്മിൻ്റെ പ്രത്യേകത ബ്രാഞ്ച്ഡും ഉണ്ട് അൺബ്രാഞ്ച്ഡും ഉണ്ട്. എക്സാമ്പിൾ ഓർക്കുക. ദ ലീവ്സ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. സിമ്പിൾ ലീഫ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ലീഫ് ആയിരിക്കാം. ഇൻ സൈക്കസ് ദ പിന്നേറ്റ് ലീവ്സ് പെർസിസ്റ്റ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് and the leaves in gymnosperm are well adapted to withstand extreme of temperature, humidity and wind. അപ്പോൾ ഏത് എക്സ്ട്രീമിലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് ആണ് ആർക്കുള്ളത്? ജിംനോസ്പെർംസിനുള്ളത്. ഇൻ കോണിഫേഴ്സ് ദ നീഡിൽ ലൈക്ക് ലീവ്സ് റെഡ്യൂസ് സർഫസ് ഏരിയ. കോണിഫേഴ്സിലാണെങ്കിൽ നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ലീഫ് ആയിരിക്കും ഉള്ളത്. അവർ ഇനി നീഡിൽ ലൈക്ക് വരുന്നത് കൊണ്ട് തന്നെ സർഫസ് ഏരിയ കുറവായിരിക്കും ലീഫിൻ്റെ. Their thick cuticle and sunken stomata are also help to reduce loss of water. അപ്പോൾ ഈ കോണിഫേഴ്സിൻ്റെ നീഡിൽ ലൈക്ക് ലീഫ് സർഫസ് ഏരിയ കുറയ്ക്കുന്നുള്ള മാത്രമല്ല,
അവർക്ക് തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റൊമാറ്റ വിൽ ബി സങ്കൺ ആയിരിക്കും, ഉള്ളിലായിരിക്കും, കുഴിഞ്ഞ് കാണപ്പെടുമായിരിക്കും. സ്റ്റൊമാറ്റ എക്സ്പോസ്ഡ് ആയിരിക്കില്ല, ഒരു സങ്കൺ സ്റ്റൊമാറ്റ ആയിരിക്കും. ആൻഡ് ദിസ് വിൽ റെഡ്യൂസ് ലോസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇത്ര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഫ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ഓവർകം ചെയ്യാൻ ജിംനോസ്പേമിന് പറ്റുന്നത്. സോ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോറസ്. ഹെട്രോസ്പോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറും മെഗാസ്പോറുമായിരിക്കും ആരുണ്ടാക്കുന്നത്? ജിംനോസ്പേംസ് ഉണ്ടാകുന്നത്. These 2 kinds of spores are produced within sporangia that are borne on sporophylls, which are arranged spirally along the long axis to form lax or compact strobili or cones. സോ അതിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് ഈ സ്പോർസുകൾ എങ്ങനെയായിരിക്കും? സ്പൈറലി അറേഞ്ച്ഡ് ആയിരിക്കും ഈ സ്പോറോഫില്ലിൽ. അതുകൊണ്ടാണ് ഇവരെന്ത് വിളിക്കുന്നത്? ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്ട്രോബൈലൈ ഓർ കോൺസ് എന്ന് വിളിക്കുന്നത്. The strobili bearing microsporophylls and microsporangia are called microsporangiate or male strobili. അപ്പോൾ സ്ട്രോബൈലൈ അല്ലെങ്കിൽ കോണുകളും, കോൺ എന്ന് പറയുന്നതിൽ മെയിൽ കോൺ അല്ലെങ്കിൽ മെയിൽ സ്ട്രോബൈലൈ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. സെൻറ്റൻസ് കൺഫ്യൂസിങ് ആണെങ്കിലും, സെൻറ്റൻസ് പെട്ടെന്ന് ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ല. കോണിൽ ഈ സ്ട്രോബൈലൈ അല്ലെങ്കിൽ കോൺ എന്ന് പറഞ്ഞ സ്ട്രക്ചർ അതെന്താണെന്ന് മനസ്സിലായോ? സ്പോറുകൾ ആണ്. സ്പൊറാഞ്ചിയ സ്പോറോഫില്ലിൽ, അതായത് സ്പോറോഫിൽ എന്ന് പറയുന്നത് എന്താണ്? അപ്പൻഡേജസ് ആണ്, ലാറ്ററൽ അപ്പൻഡേജസ് ആണ്. അതിനകത്താണ് സ്പൊറാഞ്ചിയ ഉള്ളത്. ഈ സ്പൊറാഞ്ചിയക്കകത്താണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോറുകൾ ഇങ്ങനെ ഒരു സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നതിനെയാണ് കോൺ അഥവാ സ്ട്രോബിലൈ എന്ന് വിളിക്കുന്നത്. അത്രയും മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞു മെയിൽ സ്പോറും ഉണ്ട്, ഫീമെയിൽ സ്പോറും ഉണ്ട്. അപ്പോൾ ഈ സ്ട്രോബൈലയ്ക്കകത്ത് മെയിൽ സ്പോറാണോ ഫീമെയിൽ സ്പോറാണോ എന്നതനുസരിച്ചിട്ടാണ് ആ സ്ട്രോബൈലൈ മെയിലാണോ ഫീമെയിലാണോ എന്ന് പറയുന്നത്. മെയിൽ സ്പോർസുകൾ ചെറുതായിരിക്കും, ദാറ്റ് ഈസ് മൈക്രോസ്പോർസ് ആയിരിക്കും. അപ്പോൾ മൈക്രോസ്പോർസ് ബിയറിംഗ് മൈക്രോസ്പോറോഫിൽ ആൻഡ് മൈക്രോസ്പൊറാഞ്ചിയ ആർ കോൾഡ് മൈക്രോസ്പൊറാഞ്ചിയേറ്റ് ഓർ മെയിൽ സ്ട്രോബൈലൈ. സോ ഏത് സ്ട്രോബൈലയിലാണോ മൈക്രോസ്പൊറാഞ്ചിയം, അത് സ്പൊറാഞ്ചിയയും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മൈക്രോസ്പോറോഫില്ലും കാണപ്പെടുന്നത്, അതിനെയാണ് മെയിൽ സ്ട്രോബൈലൈ അഥവാ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വലിയ കൺഫ്യൂസിംഗ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. വെൻ യു റൈറ്റ് ഇൻ എക്സാം യു ക്യാൻ റീപ്രൊഡ്യൂസ് ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. The microspores develop into a small gametophytic generation. This microspore will develop into a male gametophytic generation which is highly reduced and is confined to only a limited number of cells. So ഈ മൈക്രോസ്പോറുകൾ അടുത്ത മെയിൽ ഗെമറ്റോഫൈറ്റിക് ജനറേഷനായിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ജനറേഷൻ highly reduced ആയിരിക്കും and is confined only to a limited number of cells. So the number of cells will be limited in that gametophyte. This reduced gametophyte is called pollen grain. Okay, development of pollen grains take place within the microsporangia, and this pollen grain are reduced gametophyte. Okay, gametophytic generation ആണ് pollen grain. അപ്പോൾ സ്പോറോഫൈറ്റ് ആയിട്ടുള്ള പ്ലാൻ ബോഡിയിൽ നിന്നും സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തു. ദിസ് മെയിൽ സ്പോർസ് that are produced within microsporangia borne on microsporophyll, and the microsporophyll and microsporangia are beared by the male strobili, and the male spores will germinate to form the next gametophytic generation which is called the pollen grain. ഓക്കെ, അപ്പോൾ ആ ഗെമറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും രണ്ടും മനസ്സിലായല്ലോ മെയിലിൻ്റെ കാര്യത്തിൽ. ഓക്കെ, the development of pollen grains take place within microsporangia. ഈ മൈക്രോസ്പൊറാഞ്ചിയക്കകത്തായിരിക്കും ഈ പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീമെയിൽ കോണിൻ്റെ കാര്യമാണ്. The cones bearing megasporophylls with ovules or megasporangia are called megasporangiate or female strobili. അപ്പം മെയിൽ കോൺ അല്ലെങ്കിൽ മെയിൽ സ്ട്രോബൈലയുടെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഫീമെയിൽ സ്ട്രോബൈലൈ ഓർ ഫീമെയിൽ കോൺ. ഫീമെയിൽ കോൺസ് ബിയേഴ്സ്
megasporophylls with ovules or megasporangia. That is bearing on the megasporophyll, and that is on this female strobili or macrosporangiate. Macrosporangiate എന്നാണ് ഫീമെയിൽ സ്ട്രോബൈലയെ വിളിക്കുന്നത്. ഓക്കെ, the male and female cones or strobili may be born on same tree. നമുക്ക് സംശയം, അപ്പം നമുക്ക് ഉണ്ടാവുന്ന സ്വാഭാവിക സംശയമാണ് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് പ്ലാന്റ്സിലാണോ. അങ്ങനെയും വരാം, സെയിം ട്രീസിലും വരാം. സെയിം പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ് പൈനസ്, പൈൻ മരങ്ങളില്ലേ അത്. However, in cycas, male cones and megasporophylls are born on different trees. അപ്പം സൈക്കസിൽ തന്നെ മെയിൽ ട്രീയും കാണും, ഫീമെയിൽ ട്രീയും കാണും. കോൺസിനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ടേബിൾ നിങ്ങളെ സഹായിക്കും. അതായത് ജസ്റ്റ് നോക്കുക, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് കോൺസ്. Cones are the reproductive structures, and two types of cone ഉണ്ട്, male cone ഉണ്ട്, female cone ഉണ്ട്. And the male cone has a microsporophyll that contain the microsporangium, and this microsporangium has a microspore mother cell, and this microspore mother cell undergo reduction division to form the microspore or pollen grain. മനസ്സിലായോ? And similarly in female cone there is a megasporophyll is here. In that there is megasporangium. This megasporangium contains a megaspore mother cell, and this will undergo the reduction division to form the megaspore that will develop into the female gametophyte. Okay, so let's continue reading. The megaspore mother cell is differentiated from one of the cells of the nucellus. The nucellus is protected by envelopes, and composite structure is called an ovule. This megasporangium has a nucellar cells, and this nucellus is protected by envelopes, and such a structure is called an ovule. So the ovules are born on megasporophylls, which may be clustered to form female cones. അപ്പം ഓവ്യൂൾസ് എവിടെയാണ്? മെഗാസ്പോറോഫില്ലാണ് ഉണ്ടാവുന്നത്. അത് ക്ലസ്റ്റർ ചെയ്തിട്ടാണ് ഫീമെയിൽ കോൺസ് ഉണ്ടാവുന്നത്. The megaspore mother cell divide meiotically to form 4 megaspores. So megaspore mother cell എന്ത് ചെയ്യും? മിയോസിസ് വഴി 4 മെഗാസ്പോറുകൾ ഉണ്ടാക്കും. One of the megaspores enclosed within the megasporangium develops into a multicellular female gametophyte that bears 2 or more archegonia or female sex organ. The multicellular female gametophyte is also retained within the megasporangium. എന്താണെന്ന് വെച്ചാൽ one of the nucellar cells enlarges and acts as a megaspore mother cell. And this megaspore mother cell undergoes meiotic division, that is the reduction division, and form 4 haploid megaspores. അങ്ങനെ 4, അപ്പം റിഡക്ഷൻ ഡിവിഷൻ ആയിട്ട് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് മെഗാസ്പോറുകൾ ഉണ്ടാവും. അതിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യും. And the remaining one will act as the functional megaspore, and it will undergo repeated mitotic division to form and develop a female gametophyte, that is the endosperm in gymnosperm. Okay, since it is formed after fertilization, it is haploid. And from the female gametophyte, 2 or 3 highly reduced archegonia are formed. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇത്രേ ഉള്ളൂ. മൈക്രോസ്പോറോഫിൽ, മൈക്രോസ്പൊറാൻജിയം, മൈക്രോഫോർ മദർ സെൽ, അതിന് ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർ ഉണ്ടാവും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മെയിൽ ഗാമെറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഫീമെയിൽ ആണെങ്കിൽ മെഗാസ്പോറോഫിൽ, മെഗാസ്പൊറാൻജിയം ഉണ്ട്. അതിനകത്ത് മെഗാസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് മെഗാസ്പോർ ഉണ്ടാകും. അത് ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫ്. Unlike bryophytes and pteridophytes, in gymnosperms, the male and female gametophytes do not have an independent free living existence. ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലെയും പോലെ ജിംനോസ്പെർമിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് ഒന്നും ഇല്ല. ദേ റിമെയിൻ വിത്തിൻ ദ സ്പൊറാൻജിയ റിറ്റെയിൻഡ് ഓൺ ദ സ്പോറോഫൈറ്റ്. അപ്പം ആ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പോറോഫൈറ്റിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ pollen grain is released from the microsporangium, and they are carried in air currents and come in contact with the opening of the ovules born on megasporophyll. അപ്പോൾ ഓവ്യൂൾസ്
ഈസ് ഓൺ മെഗാസ്പോറോഫിൽ. എയർ കറണ്ട്, കാറ്റത്ത് ഈ പോളൻ ഗ്രെയിനുകൾ എന്ത് പറ്റും? മെഗാസ്പോറോഫിലിൽ വന്ന് വീഴും. അങ്ങനെ കം ഇൻ കോണ്ടാക്ട്, അങ്ങനെ എന്ത് പറ്റും? അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കും. The pollen tube carrying male gametes, it grows towards the archegonia in the ovules and discharge their content near the mouth of the archegonia. Following fertilization, zygote develops into an embryo and the ovules into seeds. These seeds are not covered. ഓക്കെ, അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ട് നേരെ എംബ്രിയോ ആയിട്ട് വളരുന്നു. എന്നിട്ട് ദീസ് ഓവ്യൂൾസ് ആർ ഡെവലപ്പിംഗ് ഇൻ ടു സീഡ്. ആൻഡ് ദിസ് സീഡ് ഈസ് നോട്ട് കവേർഡ്, ദാറ്റ് ഈസ് ദേ ആർ നേക്ഡ്. അത് ഓവറി ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഓവറി ഇല്ലാതെ ഒവ്യൂൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ദീസ് ആർ നേക്ഡ് സീഡ് എന്ന് പറയുന്നത്. So that is all about gymnosperm. If it is little bit confusing, you can read it again and again and you will get it. Okay.